ഹായ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ മിഡീവൽ ഹിസ്റ്ററിയാണ് നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡൽഹി സുൽത്താനേറ്റ്, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ മിഡീവൽ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡൽഹി സുൽത്താനേറ്റ്, അതായത് ഡൽഹിയിലെ സുൽത്താൻമാരുടെ ഭരണകാലഘട്ടം. സുൽത്താൻമാരെന്ന് പറയുമ്പോൾ ആരാണ് ഈ സുൽത്താൻമാരെന്ന് വിശേഷിപ്പിക്കുന്നത്? മുസ്ലിം റൂളേഴ്സിനെയാണ് നമ്മൾ സുൽത്താൻമാര് എന്നെന്ത് പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. ഡൽഹി ഭരിച്ച മുസ്ലിം റൂളേഴ്സ് അവരെ നമ്മൾ സുൽത്താൻമാർ എന്നെന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നത്. സോ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിനെ പറ്റിയാണ്. ഓക്കെ, സോ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ മുസ്ലിം വംശം ആരാണെന്നറിയോ? ഇന്ത്യ ഭരിച്ച ആദ്യത്തെ മുസ്ലിം വംശം അത് ഡൽഹി ഭരിച്ച സുൽത്താൻമാരാണ്. അതായത് സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സെയ്ദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി, ഇങ്ങനെ 5 വംശങ്ങളാണ്. പക്ഷേ അവരിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? അതായത് ഇന്ത്യയെ ആദ്യമായി അറ്റാക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം റൂളറാണ് അറബ് ഗവർണറായിട്ടുള്ള മുഹമ്മദ് ബിൻ ഖാസിം. കേട്ടാ, ഇന്ത്യയെ ആദ്യമായി അറ്റാക്ക് ചെയ്ത അറബ് ഗവർണറാണ് ആര്? മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്നത്. ഖാസിമിന്റെ സിന്ധ് അറ്റാക്ക് എന്ന് പറയും. ഖാസിം അറ്റാക്ക് ചെയ്ത സ്ഥലത്തിന്റെ പേരെന്താണ്? സിന്ധ്. കേട്ടാ, അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഖാസിം ഏത് വർഷമാണ് സിന്ധ് അറ്റാക്ക് ചെയ്തത്? AD 712. ചില ബുക്കുകളിൽ 711 കാണും. സോ 11 ഓർ 12, 1711-12 കാലയളവിലാണ് ഖാസിമിന്റെ എന്ത് അറ്റാക്ക്? സിന്ധ് അറ്റാക്ക് എന്ന് പറയുന്നത്. സിന്ധ് അറ്റാക്ക്. അപ്പൊ ഇന്ന് നിലവിൽ ഈ സിന്ധ് എന്ന് പറഞ്ഞ പ്രദേശം എവിടെയല്ല, ഇന്ത്യയിലല്ല, നിലവിൽ ഇത് പാകിസ്ഥാനിലാണ്. പക്ഷെ ആ ഒരു പ്രദേശമാണ് ഇന്ത്യയുടെ റീജിയനിൽ ആദ്യമായ ഒരു മുസ്ലിം റൂളർ അറ്റാക്ക് ചെയ്തത്. അറബ് ജനറലിന്റെ പേരാണെന്ത്? മുഹമ്മദ് ബിൻ ഖാസിം. ഈ സമയത്ത് സിന്ധിലൊരു രാജാവ് ഉണ്ടായിരുന്നു. സിന്ധ് ഈ സമയത്ത് ഭരിച്ച റൂളറിന്റെ പേരാണ് ദാഹിർ എന്ന് പറയും. ദാഹിർ എന്ന് പറയുന്ന ഒരു ഹിന്ദു രാജാവായിരുന്നു ആ പർട്ടിക്കുലർ സമയത്ത് സിന്ധ് ഭരിച്ചിരുന്നത്. ആ സിന്ധാണ് ആദ്യമായ ഒരു മുസ്ലിം റൂളർ ഇന്ത്യയുടെ പ്രദേശം അറ്റാക്ക് ചെയ്തത്. ഇനി ഖാസിമിന് ശേഷം രണ്ടാമത് ഇന്ത്യയിലേക്ക് വന്ന വ്യക്തിയാണ് നമ്മുടെ തുർക്കിയിൽ നിന്നും മഹ്മൂദ് ഗസനിയുടെ കടന്നു വരും. തുർക്കിയിൽ നിന്നും ആര് വരുന്നു? തുർക്കിയിൽ നിന്നും തുർക്കിയിലെ റൂളറായ മഹ്മൂദ് ഗസനി എവിടേക്ക് വരുന്നു? ഇന്ത്യയിലേക്ക് വരുന്നു. ഈ ഗസനിയും ഇന്ത്യൻ ചരിത്രവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. കാരണം ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ തവണ അറ്റാക്ക് ചെയ്ത ഒരു റൂളറാണ് ആര്? മഹ്മൂദ് ഗസനി. അത് എത്ര തവണ? ഒരു എക്സാമിന് ചോദിച്ചതാണ്. 17 തവണ, 17 ടൈംസ്. 17 തവണയാണ് മഹ്മൂദ് ഗസനി ആര് അറ്റാക്ക് ചെയ്തത്? ഇന്ത്യ അറ്റാക്ക് ചെയ്തത്. എത്ര തവണയാണ്? 17 തവണ ഇന്ത്യ ആര് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്? ഗസനി അറ്റാക്ക് ചെയ്തു. അതിൽ ആദ്യമായി ഗസനി ഇന്ത്യയിൽ വന്ന വർഷം AD 1001. ഫസ്റ്റ് ഇൻവാൻഷൻ. കേട്ടോ, ഗസനി ആദ്യമായി, മൊത്തം 17 വന്നു, അതിൽ ആദ്യമായിട്ട് പുള്ളി വരുന്നത് AD 1001. അതിന്റെ പേരാണ് ദ ബാറ്റിൽ ഓഫ് പെഷാവാർ എന്ന് പറയും. ബാറ്റിൽ ഓഫ് പെഷാവാർ, ദ ബാറ്റിൽ ഓഫ് പെഷാവാർ AD 1001. അതില് ഷാഹി വംശം, ഷാഹി എന്ന് പറയുന്ന ഒരു ഹിന്ദു ഡൈനാസ്റ്റിയിലെ ജയപാലൻ എന്ന് പറയുന്ന രാജാവ് മാറ്റായിരുന്നു ഗസനിയുടെ ആ ഒരു വാർ. കേട്ടോ, ബാറ്റിൽ ഓഫ് പെഷാവാർ ആരൊക്കെ തമ്മിലാ? മഹ്മൂദ് ഗസനി VS ആരാണ്? ജയപാലൻ. ഏ ഡൈനാസ്റ്റി? ഷാഹി. ഷാഹി എന്ന് പറയുന്ന ഹിന്ദു വംശത്തിലെ ജയപാലിന് മാറ്റായിരുന്നു ആ ഒരു ബാറ്റിൽ ഓഫ് പെഷാവാർ എന്ന് പറയുന്ന യുദ്ധം. ഏത് വർഷം? AD 1001 ആണ് ഫസ്റ്റ് ഗസനിയുടെ ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം. അത് കഴിഞ്ഞ് 17 തവണ ഇന്ത്യയെ അറ്റാക്ക് ചെയ്ത റൂളറാണ് ആര്? മഹ്മൂദ് ഗസനി എന്ന് പറയുന്ന. അതിന്റെ ചരിത്രത്തിലെ, ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ലൂട്ട് ആര് നടത്തിയിട്ടുണ്ട്? ഗസനി നടത്തിയിട്ടുണ്ട്. അതാണ് ഗസനിയുടെ സോമനാഥ് അറ്റാക്ക്. കേട്ടോ, ഗസനി ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും വലിയ ഒരു കൊള്ളയടിയാണ് നമ്മുടെ സോമനാഥ് ടെമ്പിൾ. എവിടെയാണ് ഈ സോമനാഥ് ടെമ്പിൾ? ഗുജറാത്തിൽ. നമ്മൾ ടെമ്പിൾസിൽ പഠിച്ചതാണ് അല്ലേ? ഗുജറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് സോമനാഥ ക്ഷേത്രം.
ആ സോമനാഥ ക്ഷേത്രം AD 1025 ചില ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് 26 കാണും, 25 ഓർ 26 സോമനാഥ ക്ഷേത്രം ആര് കൊള്ളയടിക്കുന്നത്? ഗസനി കൊള്ളയടിക്കുന്നത് കേട്ടോ. AD 1025-26 കേട്ടോ. സോ അത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കൊള്ളയടിയാണ് ഇത് ഗസനിയുടെ സോമനാഥ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ 17 തവണ ഇന്ത്യ കൊള്ളയടിച്ചുള്ളതാണ് ആര്? ഗസനി. പക്ഷേ 17 തവണ ഇന്ത്യ വന്നെങ്കിലും ഇന്ത്യ ഭരിച്ച ഒരു സുൽത്താൻ ആരല്ല? ഗസനി അല്ല. അപ്പൊ ഗസനി വന്ന എന്തിനു വേണ്ടി മാത്രമാണ്? ലൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഗസനി ഇവിടെ വന്നിട്ടുള്ളത് ഇന്ത്യയിൽ. ഇനി ഈ ഗസനിയുടെ കൊട്ടാരത്തിൽ വളരെ ഫേമസ് ആയ 2 അറബ് സ്കോളേഴ്സ് ജീവിച്ചിരുന്നു, 2 പെർഷ്യൻ കവികൾ. ഒരാളാണ് അൽ ബറൂണി. ആരാണ്? അൽ ബറൂണി. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അൽ ബറൂണിയുടെ ബുക്ക് സ്ഥിരമായ എക്സാമിന് ചോദിക്കുകയാണ്. ബുക്കിന്റെ പേരാണ് കിതാബ് ഉൽ ഹിന്ദ്. കിതാബുൽ ഹിന്ദ്. ആരാണ് കിതാബുൽ ഹിന്ദ് എഴുതിയത്? ആര്? അൽ ബറൂണി. അൽ ബറൂണിയുടെ കിതാബ് ഉൽ ഹിന്ദ് കേട്ടാ. ഹു റോട്ട് കിതാബുൽ ഹിന്ദ്? ആരാണ് കിതാബ് ഉൽ ഹിന്ദ് എഴുതിയത്? ആരാണ്? അൽ ബറൂണി. ആരാണ്? അൽ ബറൂണി. സോ സെക്കൻഡ് വൺ, രണ്ടാമത്തെ കവിയാണ് ഫിർദൗസി. രണ്ടാമത്തെ സ്കോളറാണ് ഫിർദൗസി. ഫിർദൗസി എഴുതിയ ബുക്കാണ് ഷാനാമ. ഫിർദൗസിയുടെ ഷാമ കേട്ടോ. അൽ ബർണിയുടെ കിതാബുൽ ഹിന്ദും ഫിർദൗസിയുടെ ഷാനാമയും. ഈ അൽ ബർണി ഫിർദൗസിയും ആരുടെ കൊട്ടാരത്തിലെ കവിയാ? മഹ്മൂദ് ഗസനിയുടെ കൊട്ടാരത്തിലെ 2 അറബ് സ്കോളേഴ്സ് ആയിരുന്നു. അവരുടെ ബുക്കുകളാണ് കിതാബുൽ ഹിന്ദ്. ആരുടെ? അൽ ബർണിയുടെ കിതാബുൽ ഹിന്ദും ഫിർദൗസിയുടെ ഷാനാമയും. ദെൻ അപ്പൊ ഗോറി നമ്മുടെ ഗസനിയും ഇന്ത്യ ഭരിച്ചില്ല. ദെൻ ഗസനിക്ക് ശേഷം മൂന്നാമത്തെ വ്യക്തി, മൂന്നാമത്തെ മുസ്ലിം റൂളർ ഇന്ത്യയിലേക്ക് വരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നും മുഹമ്മദ് ഗോറി. ആരാണ്? മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഖാസിം, മഹമ്മൂദ് ഗസനി, മുഹമ്മദ് ഗോറി. മൂന്നാമത് ആര് വരുന്നു? മുഹമ്മദ് ഗോറിയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ്. അപ്പൊ മുഹമ്മദ് ഗോറി ആദ്യമായി ഇന്ത്യയിലേക്ക് വരുന്നത് AD 1175 AD 1175 മുഹമ്മദ് ഗോറി ആദ്യമായി ഇന്ത്യയിലേക്ക് കടന്നു വന്ന് നമ്മുടെ മുൾട്ടാൻ, നമ്മുടെ ഇന്നത്തെ രാജസ്ഥാൻ റീജിയന്റെ അപ്പുറത്തുള്ള മുൾട്ടാൻ എന്ന പ്രദേശമാണ് മുഹമ്മദ് ഗോറി ആദ്യമായി ഇന്ത്യയിൽ നിന്നും പിടിച്ചെടുത്ത സ്ഥലം. ഏത് വർഷം? 1175. അപ്പൊ അപ്പോഴാണ് മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് കടന്നു വരണം. അങ്ങനെ ഈ മുൾട്ടാനൊക്കെ പിടിച്ചെടുത്തതിന് ശേഷം ഗോറി നേരെ നമ്മുടെ ഇന്നത്തെ രാജസ്ഥാൻ റീജിയനിലേക്ക് കടന്നു വരും. ആ ഒരു സമയത്ത് രാജസ്ഥാന്റെ റീജിയൻസ്, അപ്പൊ രാജസ്ഥാൻ എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യ ആണല്ലേ. നമ്മുടെ നോർത്ത് ഇന്ത്യകൾ ആ സമയത്ത് ഭരിച്ചിരുന്നത് ഒരുപാട് ഹിന്ദു രാജാക്കന്മാരായിരുന്നു. ആ ഹിന്ദു രാജാക്കന്മാരെ കോമൺ ആയി വിളിക്കുന്ന ഒരു പേരാണ് രജപുത്രകൾ എന്ന് പറയും. രജപുത്ര ഒരു വംശത്തിന്റെ പേരല്ല. നോർത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഹിന്ദു രാജാക്കളെ, ഹിന്ദു വംശങ്ങളെ കോമൺ ആയി വിളിച്ച പേരാണ് എന്ത്? രജപുത്രകൾ എന്ന് പറയും. അങ്ങനെ ആ രജപുത്ര വംശങ്ങളുടെ ആ ഭാഗത്തേക്കാണ് ആര് വന്ന് കയറിയത്? നമ്മുടെ മുഹമ്മദ് ഗോറി. അങ്ങനെ മുഹമ്മദ് ഗോറി നോർത്ത് ഇന്ത്യയിൽ വന്ന സമയത്ത് ആ നോർത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രജപുത്ര വംശമാണ് ചഹുമന ഡൈനാസ്റ്റി എന്ന് പറയും. ഏ ഡൈനാസ്റ്റി? ചഹുമന ഓർ ചൗഹാൻ ഡൈനാസ്റ്റി എന്നും പറയും കേട്ടോ. ചഹുമന ഡൈനാസ്റ്റി അല്ലെങ്കിൽ മറ്റൊരു പേരാണ് എന്ത്? ചൗഹാൻ ഡൈനാസ്റ്റി എന്ന് പറയും. ഈ ചൗഹാൻസ് ആയിരുന്നു രാജസ്ഥാന്റെ ആ ഒരു റീജിയനൊക്കെ ആ സമയത്ത് ഭരിച്ചിരുന്നത്. ആര് വരുമ്പോ? മുഹമ്മദ് ഗോറി വരുമ്പോ. സോ ചൗഹാനെ പറ്റി ഞാനൊരു 2 കാര്യം പറഞ്ഞുതരാം. ചൗഹാൻസിന്റെ ഫസ്റ്റ് ക്യാപിറ്റലാണ് ഷാഗംബരി എന്ന സ്ഥലം കേട്ടാ. ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാ, ചൗഹാന്മാരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? ചൗഹാന്മാരുടെ ഫസ്റ്റ് ക്യാപിറ്റലാണ് ഷാഗംബരി. ഷാഗംബരി ഇന്നത്തെ സാമ്പാർ ടൗണാണ്. സാമ്പാർ ടൗൺ കേട്ടിട്ടുണ്ടോ? രാജസ്ഥാനിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ലേക്ക് ഉണ്ട്, സാമ്പാർ ലേക്ക്. എന്താ സാമ്പാർ ലേക്ക് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാവാൻ കാരണം? ഇന്ത്യയിൽ ഏറ്റവും സാൾട്ടസ്റ്റ് ലേക്ക്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പിന്റെ അംശം അടങ്ങിയ ലേക്ക്, ദ സാൾട്ടസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ. ഏത്? രാജസ്ഥാന്റെ സാമ്പാർ ലേക്ക്. ആ സാമ്പാർ ലേക്ക് ഇരുന്ന ടൗണിന്റെ പേരാണ് സാമ്പാർ ടൗൺ. ആ സാമ്പാർ ടൗണിന്റെ പഴയ പേരാണ് എന്ത്? ഷാഗംബരി എന്ന് പറയും. ആ ഷാഗംബരി ആയിരുന്നു ചൗഹാന്മാരുടെ ഫസ്റ്റ് ക്യാപിറ്റൽ. ദെൻ ആ ഷാഗംബരിയിൽ നിന്നും രണ്ടാമത്തെ ക്യാപിറ്റൽ അതാണ് അജ്മീർ എന്ന് പറയും. സോ 2 ക്യാപിറ്റലാണ്. ഫസ്റ്റ് ക്യാപിറ്റൽ ഷാഗംബരി,
രണ്ടാമത്തെ ക്യാപിറ്റൽ ഏതാണ്? അജ്മീറുമാണ്. സോ നമുക്കൊരു എക്സാമിന് ചോദിച്ച ചോദ്യമാണ്, ഏത് ചൗഹാൻ രാജാവാണ് ചൗഹാന്മാരുടെ ക്യാപിറ്റലിനെ ശാകംബരിയിൽ നിന്നും അജ്മീറിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്? ഒരിക്കലും എക്സാമിൽ ചോദിച്ചതാ, ഏത് ചൗഹാൻ രാജാവാണ് ചൗഹാന്മാരുടെ ക്യാപിറ്റലിനെ ശാകംബരിയിൽ നിന്നും അജ്മീറിലേക്ക് മാറ്റിയത്? രാജാവിന്റെ പേരാണ് അജയരാജ ചൗഹാൻ. ഏത് ചൗഹാനാണ്? അജയരാജ എന്ന് പറയുന്ന ചൗഹാൻ രാജാവാണ് അവരുടെ ക്യാപിറ്റലിനെ ശാകംബരിയിൽ നിന്നും എങ്ങോട്ടേക്ക് മാറ്റിയത്? അജ്മീറിലേക്ക് മാറ്റിയത്. ശാകംബരിയിൽ നിന്നും അജ്മീറിലേക്ക് ആരാ മാറ്റിയത്? അജയരാജ ചൗഹാൻ. അജയരാജ ചൗഹാനാണ് ക്യാപിറ്റലിനെ ഷിഫ്റ്റ് ചെയ്തത്. ഓക്കെ. പക്ഷെ മുഹമ്മദ് ഗോറി ഈ പ്രദേശത്ത് എത്തിയപ്പോൾ ഇവിടുത്തെ രാജാവ് അജയരാജ അല്ലായിരുന്നു, അത് നമ്മുടെ പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു. മുഹമ്മദ് ഗോറി വരുമ്പോൾ ചൗഹാൻ ഡൈനാസ്റ്റി ഭരിക്കുന്ന ആരാടാ? പൃഥ്വിരാജ് ചൗഹാൻ അഥവാ റായി പിത്തോറ എന്ന് നമ്മൾ വിളിക്കും. റായി പിത്തോറ അഥവാ പൃഥ്വിരാജ് ചൗഹാൻ. സോ ആരൊക്കെ തമ്മിലാ യുദ്ധം നടക്കാൻ പോകുന്നത്? പൃഥ്വിരാജ് ചൗഹാൻ vs മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ യുദ്ധം നടക്കാൻ പോകുന്നു. ആ യുദ്ധങ്ങളെ വിളിച്ച പേരാണ് തറേൻ യുദ്ധങ്ങൾ എന്ന് പറയും. ദ ബാറ്റിൽ ഓഫ് തറേൻ. സോ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ AD 1191 ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറേൻ, ഒന്നാം തറേൻ യുദ്ധം. കേട്ടാ, പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന ഫസ്റ്റ് യുദ്ധമാണ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറേൻ. ഏത്? 1191. ആ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ തോൽപ്പിക്കും. ആര് തോൽക്കും? മുഹമ്മദ് ഗോറി തോക്കും. മുഹമ്മദ് ഗോറി ആ യുദ്ധത്തിൽ ആരുടെ മുന്നിൽ തോക്കും? പൃഥ്വിരാജ് ചൗഹാന്റെ മുമ്പിൽ തോക്കും. പക്ഷെ പൃഥ്വിരാജ് ചൗഹാൻ ആരെ കൊല്ലില്ല? മുഹമ്മദ് ഗോറിയെ കൊല്ലില്ല. മുഹമ്മദ് ഗോറി എന്ത് ചെയ്യും? വിട്ടയക്കും. വിട്ടയക്കും. പക്ഷെ അത് മുഹമ്മദ് ഗോറിക്ക് വലിയൊരു അപമാനമായി മാറും. എന്തായി മാറും? വലിയൊരു അപമാനമായി മാറുകയും മുഹമ്മദ് ഗോറി തൊട്ടടുത്ത വർഷം, വർഷം ഏതാ? AD 1192 ഒരിക്കൽ കൂടി പൃഥ്വിരാജ് ചൗഹാനുമായി യുദ്ധത്തിന് വരും. അതാണ് രണ്ടാം തറയൻ യുദ്ധം, സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറയൻ. സോ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറയൻ 1191, സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറയൻ 1192. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറയൻ ആര് ജയിച്ചു? പൃഥ്വിരാജ് ചൗഹാൻ ജയിച്ചു. പക്ഷേ രണ്ടാം തറയൻ യുദ്ധത്തിൽ ദ സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറയനിൽ മുഹമ്മദ് ഗോറി ആരെ കൊല്ലും? പൃഥ്വിരാജ് ചൗഹാനെ കൊല്ലും. രണ്ടാം തറയത്തിൽ ആര് തോക്കൂടാ? പൃഥ്വിരാജ് ചൗഹാൻ തോൽക്കുകയും പൃഥ്വിരാജ് ചൗഹാന്റെ അജ്മീർ അടക്കമുള്ള പ്രദേശം ആര് പിടിച്ചെടുക്കും? മുഹമ്മദ് ഗോറി പിടിച്ചെടുക്കും. അങ്ങനെ ഇന്ത്യയുടെ ഒരു പ്രദേശം ആദ്യമായി ഒരു റൂളർ ആര്? മുഹമ്മദ് ഗോറി എന്ന് പറയുന്ന റൂളർ പിടിച്ചെടുക്കുന്നു. കേട്ടാ, അങ്ങനെ ഈ പൃഥ്വിരാജ് ചൗഹാന്റെയും ഈ ഒരു മുഹമ്മദ് ഗോറിയുടെയും ചരിത്രങ്ങൾ, അല്ലെങ്കിൽ പൃഥ്വിരാജ് ചൗഹാന്റെ ബയോഗ്രഫിയാണ് പൃഥ്വിരാജ് റാസോ എന്ന് പറയുന്ന ബുക്ക്. ഈ ഒരു ബുക്കിലാണ് നമുക്ക് ഈ തറയൻ യുദ്ധങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽസ് ലഭിച്ചത്. ആ ബുക്കിന്റെ പേരാണ് പൃഥ്വിരാജ് റാസോ. ഒരു ഇമ്പോർട്ടന്റ് ബുക്കാണ്. എക്സാം പോയിന്റ് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പൃഥ്വിരാജ് റാസോ എഴുതിയതാണ്. ഒരുപാട് തവണ, ഇപ്പൊ ലേറ്റസ്റ്റ് ആയി 2024 CGL പോലും ചോദിച്ചു, ആരെഴുതിയ ബുക്കാണ് പൃഥ്വിരാജ് റാസോ? പൃഥ്വിരാജ് റാസോ എഴുതിയത് പൃഥ്വിരാജ് ചൗഹാന്റെ കവിയായ ചന്ദ് ബർദായിയുടെ പൃഥ്വിരാജ് റാസോ. ആരാ പൃഥ്വിരാജ് റാസോ എഴുതിയത്? ചന്ദ് ബർദായി. ആരാ ചന്ദ് ബർദായി? പൃഥ്വിരാജ് ചൗഹാന്റെ കൊട്ടാരത്തിലെ കവിയാണ്. ആര്? ചന്ദ് ബർദായി. ചന്ദ് ബർദായി ആണ് എന്തെഴുതിയത്? പൃഥ്വിരാജ് റാസോ എഴുതിയത്. ആ ഒരു കഥയിൽ, ആ ഒരു ബുക്കിലാണ് നമുക്ക് ഈ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന തറയൻ യുദ്ധങ്ങളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ലഭിച്ചത്. അങ്ങനെ അജ്മീറും കേന്ദ്ര പ്രദേശങ്ങളും ആര് പിടിച്ചെടുക്കൂടാ? മുഹമ്മദ് ഗോറി പിടിച്ചെടുക്കും. ഓക്കെ, അങ്ങനെ ഈ തറയൻ യുദ്ധത്തിന് ശേഷം നമ്മുടെ മുഹമ്മദ് ഗോറി തൊട്ടപ്പുറത്തുള്ള അടുത്തൊരു രജപുത്ര വംശവുമായിട്ട് ഒരു യുദ്ധം കൂടി നടത്തും. അതാണ് 1194 ദ ബാറ്റിൽ ഓഫ് ചന്ദാവാർ എന്ന് പറയുന്ന യുദ്ധം. ഈ കഴിഞ്ഞ MDS എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ബാറ്റിൽ ഓഫ് ചന്ദാവാർ ഏത് വർഷം? 1194. കേട്ടോ, ഈ യുദ്ധത്തിലെ നമ്മുടെ മുഹമ്മദ് ഗോറി ഗഹണ്ടവാല ഡൈനാസ്റ്റി നോക്കിയോ, ഗഹണ്ടവാല ഡൈനാസ്റ്റി. കേട്ടോ, വേറൊരു രജപുത്ര വംശമാണ് ഗഹണ്ടവാല ഡൈനാസ്റ്റി. ഇവിടുത്തെ ജയചന്ദ്രൻ എന്ന് പറയുന്ന
രാജാവുമായിട്ടായിരുന്നു ആ യുദ്ധം കേട്ടോ. മുഹമ്മദ് ഗോറിയും ജയചന്ദ്രനും ഇവിടുത്തെ ഗഹണ്ടവാല ഡൈനാസ്റ്റിയിലെ ജയചന്ദ്രനും മുഹമ്മദ് ഗോറിയും തമ്മിൽ AD 1194 നടന്ന യുദ്ധമാണ് ഏത്? ദ ബാറ്റിൽ ഓഫ് ചന്ദാവാർ എന്ന് പറഞ്ഞ യുദ്ധം. അങ്ങനെ ജയചന്ദ്രനെ തോപ്പിച്ച് ആ പ്രദേശങ്ങൾ കൂടി ആര് പിടിച്ചെടുക്കും? മുഹമ്മദ് ഗോറി പിടിച്ചെടുക്കും. അങ്ങനെ മുഹമ്മദ് ഗോറി ഇന്ത്യയിലെ വലിയൊരു ഭാഗം എന്ത് ചെയ്യും? പിടിച്ചെടുക്കും. പക്ഷേ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ സുൽത്താൻ ആരല്ല? മുഹമ്മദ് ഗോറി അല്ല. അപ്പൊ എന്തോ സംഭവിച്ചു. ഈ തറയൻ യുദ്ധവും ഈ ചന്ദാവാർ യുദ്ധത്തിന് ശേഷം മുഹമ്മദ് ഗോറി ഈ പിടിച്ചെടുത്ത സ്ഥലം കൊണ്ടൊന്നും അത്ര തൃപ്തി വന്നില്ല പുള്ളിക്ക് ഇനിയും സ്ഥലങ്ങൾ വേണമെന്നായി. അങ്ങനെ ഈ മുഹമ്മദ് ഗോറിക്ക് 2 സൈനിക തലവന്മാരുണ്ട്, 2 ജനറൽമാർ. അതിൽ ഒരാളാണ് ബക്തിയാർ ഖിൽജി എന്ന് പറയും. മുഹമ്മദ് ഗോറിയുടെ ഒരു സൈനിക തലവൻ ആരാണ്? ജനറൽ ബക്തിയാർ ഖിൽജി. ഒരു ജനറലാണ് കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയും. ഇങ്ങനെ 2 ജനറൽമാർ ആർക്കുണ്ട്? മുഹമ്മദ് ഗോറിക്ക് ഉണ്ടായിരുന്നു. അതില് കുത്തുബുദ്ദീൻ ഐബക്കിന് ഈ പ്രദേശങ്ങൾ, ഈ പിടിച്ചെടുത്ത ഈ പ്രദേശങ്ങൾ നോക്കാൻ എന്ത് ചെയ്യും? അവിടെ നിർത്തും. അവിടെ പുള്ളിയെ നിർത്തിയിട്ട് ബക്തിയാർ ഖിൽജിയും കൂട്ടി നമ്മുടെ മുഹമ്മദ് ഗോറി ഇന്നത്തെ നമ്മുടെ ബീഹാർ റീജിയനിലോട്ട് അടുത്തൊരു യുദ്ധത്തിന് പുറപ്പെടും. ആരോടെ ഏൽപ്പിച്ചിട്ട്? ഈ സ്ഥലങ്ങളൊക്കെ കുത്തുബുദ്ദീൻ ഐബക്കിനെ ഏൽപ്പിച്ചതിന് ശേഷം ബക്തിയാർ ഖിൽജിയും കൂട്ടി മുഹമ്മദ് ഗോറി എന്ത് ചെയ്യും? നമ്മുടെ ഇന്നത്തെ ബീഹാർ റീജിയനിലോട്ട് ഒരു യുദ്ധത്തിന് പോകും. എന്നാൽ ആ യാത്ര മധ്യയിൽ വെച്ച് മുഹമ്മദ് ഗോറിയും ബക്തിയാർ ഖിൽജിയും കൊല്ലപ്പെടും. അവിടെ ഒരു രാജാവുമായിട്ടുള്ള യുദ്ധത്തിൽ അവരെന്ത് ചെയ്യും? കൊല്ലപ്പെടുകയും അവർ കൊല്ലപ്പെട്ടത് നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കിന് ഒരു ലോട്ടറി അടിച്ചു. കുത്തുബുദ്ദീൻ ഐബക്കിന് ഒരു ലോട്ടറി അല്ലേ? കാരണം എന്താ? കുത്തുബുദ്ദീൻ ഐബക്കിന്റെ യജമാനൻ ആണ് മുഹമ്മദ് ഗോറി അല്ലേ? അല്ലെങ്കിൽ മുഹമ്മദ് ജനറൽ ബക്തിയാർ ഖിൽജി. അവർ രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. സോ കുത്തുബുദ്ദീൻ ഐബക്കിന് മുകളിൽ ഇനി ആളില്ല, കുത്തുബുദ്ദീൻ ഐബക്കിന് യജമാനില്ല. അപ്പൊ ഈ പ്രദേശം ഇനി ആർക്ക് സ്വന്തം? കുത്തുബുദ്ദീൻ ഐബക്കിന് സ്വന്തം. അങ്ങനെ കുത്തുബുദ്ദീൻ ഐബക്ക് ഈ പ്രദേശത്ത് അദ്ദേഹത്തിന്റെ വംശം അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിന്റെ വംശത്തിന്റെ പേര് ഈ കുത്തുബുദ്ദീൻ ഐബക്കിനെ ചെറുതിലേ തന്നെ നമ്മുടെ മുഹമ്മദ് ഗോറി ഒരു അടിമച്ചന്തയിൽ നിന്ന് എടുത്ത് വളർത്തിയതാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായൊരു വംശപ്പേര് ആർക്കില്ലായിരുന്നു? കുത്തുബുദ്ദീൻ ഐബക്കിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഐബക്ക് അദ്ദേഹത്തിന്റെ വംശത്തെ എങ്ങനെ തന്നെ വിളിച്ചു? അടിമ വംശം എന്ന് തന്നെ വിളിച്ചു. അത് ഒരു അടിമയായിരുന്നു. മുഹമ്മദ് ഗോറിയുടെ ഒരു സ്ലേവ് ആയിരുന്നു ആര്? ആദ്യ കാലഘട്ടങ്ങളിൽ ആര്? കുത്തുബുദ്ദീൻ ഐബക്ക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വംശത്തെ വിളിച്ച പേരെന്താ? സ്ലേവ് ഡൈനാസ്റ്റി. സോ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ മുസ്ലിം ഡൈനാസ്റ്റി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സ്ലേവ് ഡൈനാസ്റ്റി. അപ്പൊ ആദ്യത്തെ മുസ്ലിം റൂളർ ചോദിച്ചാൽ ആരാണ്? ഫസ്റ്റ് സുൽത്താൻ, ഈ ഡൽഹി ഭരിച്ച ആദ്യത്തെ സുൽത്താൻ കുത്തുബുദ്ദീൻ ഐബക്ക്. ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്ക്. അപ്പൊ ഐബക്ക് എങ്ങനെയാ വന്ന? മുഹമ്മദ് ഗോറിയിലൂടെയാണ് ഐബക്ക് എവിടേക്ക് എത്തിപ്പെടുന്നത്? ഇന്ത്യയിലേക്ക് എത്തിപ്പെടുന്നത് കേട്ടാ. അപ്പൊ ആരൊക്കെയായിരുന്നു മുഹമ്മദ് ഗോറി 2 ജനറൽ? ഒന്ന് കുത്തുബുദ്ദീൻ ഐബക്കും, ഒന്ന് ആരാടാ? ബക്തിയാർ ഖിൽജി. നമുക്ക് ബക്തിയാർ ഖിൽജി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഐബക്കിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഇവർ ഇന്നത്തെ ബീഹാറിലോട്ട് യുദ്ധത്തിന് പോയെന്നല്ലേ പറഞ്ഞ? ഈ ബീഹാറിൽ വെച്ച് ഈ ബക്തിയാർ ഖിൽജി നമ്മുടെ ഒരു മോണമെന്റിന് തീയിടും. ഏത് മോണമെന്റ് എന്നറിയോ? നളന്ദ കേട്ടാ. നളന്ദ നശിപ്പിച്ച ആളാണ് ആര്? ബക്തിയാർ ഖിൽജി. ഹൂ ഡിസ്ട്രോയിഡ് നളന്ദ? ആരാണ്? നമുക്ക് നളന്ദ അറിയാം, ഇന്ത്യയിലെ ഏറ്റവും ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റി. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റി ആണ് ഏത്? നളന്ദ. ഹൂ ബിൽഡ് നളന്ദ? ആരാണ് നളന്ദ കെട്ടിയത്? നളന്ദ കെട്ടിയത് ഗുപ്ത രാജാവായ കുമാരഗുപ്തന. നമ്മുടെ ഏൻഷ്യന്റിൽ അല്ലേ? ഗുപ്തവംശത്തിലെ കുമാരഗുപ്തൻ എന്ന് പറയുന്ന രാജാവാണ് നളന്ദ ബിൽഡ് ചെയ്തത്. പക്ഷെ ഹൂ ഡിസ്ട്രോയിഡ് നളന്ദ? ഡിസ്ട്രോയിഡ് ചെയ്തത് മിഡീവൽ ഇന്ത്യയിൽ വന്ന ബക്തിയാർ ഖിൽജിയാണ്. എന്ത് ഡിസ്ട്രോയിഡ് ചെയ്തത്? നളന്ദ നശിപ്പിച്ചത്. ഹൂ ഡിസ്ട്രോയിഡ് നളന്ദ ചോദിച്ചാൽ ആരാടാ? ബക്തിയാർ ഖിൽജി കേട്ടാ. അപ്പൊ ഇന്ത്യ ഭരിച്ച ആദ്യത്തെ മുസ്ലിം റൂളർ ആരാടാ? കുത്തുബുദ്ദീൻ ഐബക്ക്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡൽഹി സുൽത്താനേറ്റ് ഇവിടെ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ആ ഡൽഹി സുൽത്താനേറ്റിലേക്ക് കുത്തുബുദ്ദീൻ ഐബക്ക് എത്തിയത് എങ്ങനെ? ആരിലൂടെ? മുഹമ്മദ് ഗോറിയിലൂടെ. മുഹമ്മദ് ഗോറിക്ക് മുമ്പ് ആരൊക്കെ വന്നു? മഹ്മൂദ് ഗസനിയും മുഹമ്മദ് ബിൻ ഖാസിം ഗസനി ഗോറിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് ആരെത്തുന്നത്? കുത്തുബുദ്ദീൻ ഐബക്ക് എത്തിപ്പെടുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണ്. ഏതാണ്? ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് പോയാലോ? എന്താണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് നോക്കിയാലോ? ഓക്കെ.
സോ ഡൽഹി സുൽത്താനേറ്റിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി ആരടാ? ദ സ്ലേവ് ഡൈനാസ്റ്റി, അടിമ വംശം കേട്ടാ. അതായത് ഡൽഹി ഭരിച്ചത് 5 മുസ്ലിം വംശങ്ങളാണ്. സ്ലേവ്, ഗിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. അതിൽ ഫസ്റ്റ് വംശമാണ് ആര്? സ്ലേവ് ഡൈനാസ്റ്റി. അഥവാ സ്ലേവ് ഡൈനാസ്റ്റി ഈസ് ഓൾസോ നോൺ ആസ് മാമുലുക്ക് ഡൈനാസ്റ്റി ആൻഡ് അൽബരി ഡൈനാസ്റ്റി എന്നും പറയും കേട്ടോ. സ്ലേവ് ഡൈനാസ്റ്റിയുടെ മറ്റു 2 പേരുകളാണ് എന്തൊക്കെ? മാമുലുക്ക് ഡൈനാസ്റ്റി എന്നും വിളിക്കും, അൽബരി ഡൈനാസ്റ്റി എന്നും വിളിക്കും. മാമുലുക്ക് ഡൈനാസ്റ്റി ആൻഡ് അൽബരി ഡൈനാസ്റ്റി ആരുടെ മറ്റൊരു പേരാ? സ്ലേവ് ഡൈനാസ്റ്റിയുടെ മറ്റൊരു പേരാണ് എന്ത്? മാമുലുക്ക് ഡൈനാസ്റ്റിയും അഥവാ അൽബരി. അപ്പൊ ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് മാമുലുക്ക് ഡൈനാസ്റ്റി? കുത്തുബുദ്ദീൻ ഐബക്. ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് അൽബരി ഡൈനാസ്റ്റി? കുത്തുബുദ്ദീൻ ഐബക്. കുത്തുബുദ്ദീൻ ഐബക് ആണ് മാമുലുക്ക് വംശം അഥവാ അൽബരി വംശത്തിന്റെ എന്താണ്? സ്ഥാപകൻ. ഈ ഡൈനാസ്റ്റി ഇന്ത്യ ഭരിച്ചത് AD 1206 മുതൽ AD 1290 വരെ. 1206 മുതൽ 1290 വരെയാണ് നമ്മുടെ അടിമ വംശം സ്ലേവ് ഡൈനാസ്റ്റി ഇന്ത്യ ഭരിച്ചത്. സോ ഹു വാസ് ദി ഫൗണ്ടർ? കുത്തുബുദ്ദീൻ ഐബക് ആണ് കേട്ടോ. നമ്മളിത് എന്തുകൊണ്ടാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പേര് വിളിച്ചത്? എന്തുകൊണ്ടായിരിക്കും എന്നറിയോ? ഈ 5 വംശം ഡൽഹി സുൽത്താൻ വിളിക്കാൻ കാരണം നമ്മുടെ ഈ വംശങ്ങളുടെ ക്യാപിറ്റൽ എവിടെ ആയതുകൊണ്ടായിരുന്നു? ഡൽഹി ആയതുകൊണ്ടാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡൽഹി മാത്രമല്ലായിരുന്നു ക്യാപിറ്റൽ. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഇരുന്നത് കൊണ്ടാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന പേര് കൊടുത്തത്. പക്ഷെ ഡൽഹി മാത്രമല്ലായിരുന്നു. കാരണം കുത്തുബുദ്ദീൻ ഐബക് അദ്ദേഹത്തിന്റെ തലസ്ഥാനമാക്കി ആദ്യം തിരഞ്ഞെടുത്തത് ഡൽഹി അല്ല, ലാഹോർ ആയിരുന്നു കേട്ടോ. ഡൽഹി സുൽത്താനിന്റെ ഫസ്റ്റ് ക്യാപിറ്റൽ എവിടെയല്ല? ഡൽഹി അല്ല, എവിടെയാണ്? ലാഹോർ ആയിരുന്നു. ലാഹോർ ആയിരുന്നു ഡൽഹി സുൽത്താൻമാരുടെ ഫസ്റ്റ് ക്യാപിറ്റൽ. എന്ന് പറയുമ്പോൾ കുത്തുബുദ്ദീൻ ഐബക്കിന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ലാഹോർ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ക്യാപിറ്റൽ എവിടെയായിരുന്നു? ലാഹോർ ആയിരുന്നു. ഈ കുത്തുബുദ്ദീൻ ഐബക്ക് ജനങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ഒരു പേരുണ്ട്. കുത്തുബുദ്ദീൻ ഐബക്കിനെ ജനങ്ങൾ വിശേഷിച്ച പേരാണ് ലാഖ് ബക്ഷ് എന്ന് പറയും. ലാഖ് ബക്ഷ് മീൻസ് ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ. അതായത് ജനങ്ങൾ എന്ത് തന്നെ ഐബക്കിനോട് ചോദിച്ചാലും ഐബക്ക് അത് ദാനമായി ചെയ്യും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ ലാഖ് ബക്ഷ് എന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് കേട്ടാ. ലാഖ് ബക്ഷ് കേട്ടാ. അതിന്റെ ക്യാപിറ്റൽ എവിടെയാ? ലാഖ് ബക്ഷിന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു? ലാഹോർ ആയിരുന്നു. ലാഹോർ ആയിരുന്നെങ്കിലും ഫ്യൂച്ചറിൽ ഡൽഹി ക്യാപിറ്റൽ ആക്കണം എന്നൊരാഗ്രഹം ആർക്കുണ്ടായിരുന്നു? ഐബക്കിനുണ്ടായിരുന്നു. കാരണം ഡൽഹിയിൽ അദ്ദേഹം 2 പ്രധാനപ്പെട്ട ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് ഡൽഹിയിലെ കുവത്തുൽ ഇസ്ലാം പള്ളി. നമ്മളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു മോസ്കാണ് കുവത്തുൽ ഇസ്ലാം മോസ്ക്. എവിടെയായിരിക്കുന്നത്? ഡൽഹിയില്, അറ്റ് ഡൽഹി. ഡൽഹിയിലെ കുവത്തുൽ ഇസ്ലാം പള്ളി. ആ മോസ്ക് കെട്ടിയത് ആരാണ്? നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക് ആണ്. അതുപോലെ തന്നെ ഈ മോസ്ക് ഇരിക്കുന്നത് ഒരു കോംപ്ലക്സിലാണ്, വേറെ ഏത് കോംപ്ലക്സും അല്ല, നമ്മുടെ കുത്തബ് മിനാർ കോംപ്ലക്സിലാണ്, നമ്മുടെ ഡൽഹിയിൽ അല്ലേ. കുത്തബ് മിനാർ സ്ഥലം എവിടെയാ? ഡൽഹിയിലാണ്. ഡൽഹിയിലെ കുത്തബ് മിനാർ കോംപ്ലക്സിലാണ് ഈ കുവത്തുൽ ഇസ്ലാം മോസ്ക് ഇരിക്കുന്നത് കേട്ടാ. അപ്പൊ അതില് കുത്തബ് മിനാർ കെട്ടി തുടങ്ങിയതും ആരാണ്? ഐബക്കാണ്. നമ്മുടെ കുത്തബ് മിനാർ അല്ലെ. ഡൽഹിയിലെ 5 നില 1 2 3 4 5 എക്സാമിന് ചോദിച്ചാണ് ഹൗ മെനി സ്റ്റോറീസ്? 5 സ്റ്റോറി കേട്ടാ. കുത്തബ് മിനാറിന് എത്ര നിലയുണ്ട്? 5 നില. 1 2 3 4 5 5 നിലയുള്ള കുത്തബ് മിനാർ. ഈ കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് ആരെന്നറിയോ? ആരംഭിച്ചത് നമ്മുടെ ആരാണ്? നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കുത്തബ് മിനാറിന്റെ നിർമ്മിതിയിൽ 3 റൂളേഴ്സിന് പങ്കുണ്ട്. അത് 3 സുൽത്താൻമാർക്ക് ഇതിന്റെ നിർമ്മിതിയിൽ പങ്കുണ്ട്. കാരണം കുത്തബ് മിനാർ പണി തുടങ്ങി കുത്തബ് മിനാറിന്റെ ഫസ്റ്റ് നില കെട്ടുന്ന സമയത്താണ് പോളോ കളിക്കിടെ നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക് കുതിരയുടെ മുകളിൽ നിന്നും താഴെ വീണ് മരിക്കും. അവിടെ ഐബക്ക് എങ്ങനെയാ മരിച്ചത്? പോളോ കളിക്കിടെ. നമ്മുടെ പോളോ ഇല്ലേ, പോളോ എങ്ങനെയാ കളിക്കുന്ന? കുതിരപ്പുറത്ത് നിന്ന് കളിക്കുന്ന കളിയാണല്ലേ. അങ്ങനെ കുതിരപ്പുറത്ത് നിന്ന് പോളോ കളിക്കിടെ കുതിരയുടെ മുകളിൽ നിന്നും താഴെ വീണ് ആര് മരിക്കും? ഐബക്ക് മരിക്കും. അപ്പൊ ആ സമയത്ത് കുത്തബ് മിനാറിന്റെ ഫസ്റ്റ് നില മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? കൺസ്ട്രക്ട് ചെയ്തിരുന്നുള്ളൂ. സോ കുത്തബ് മിനാറിന്റെ ഫസ്റ്റ് സ്റ്റോറി കെട്ടിയതാരം ചോദിച്ചാൽ ആരാണ്? ഐബക്കാണ്. എന്നാൽ കുത്തബ് മിനാറിന്റെ 2ാമത്തെ നില മുതൽ 4ാമത്തെ നില വരെ 2 3 4 4ാമത്തെ നില വരെ കെട്ടിയത് നമ്മുടെ അടുത്ത് പിൻകാലത്ത് വന്ന സുൽത്താനായ ഇൽത്തുമിഷാണ്.
ആരാണ്? ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് ആണ് കുത്തബ് മിനാറിന്റെ 2, 3, 4ാമത്തെ നില വരെ എത്തി. പക്ഷെ കുത്തബ് മിനാർ എത്ര നിലയുണ്ട്? 5ാമത്തെ നില. ഈ 5ാമത്തെ നില കെട്ടിയത് പിൻകാലത്ത് വന്ന സുൽത്താൻ ആരെന്നറിയോ? ഫിറോസ് ഷാ തുഗ്ലക്ക്. നമ്മുടെ തുഗ്ലക് വംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക്കാണ് 5ാമത്തെ നില കെട്ടിയത് കേട്ടോ. ഫസ്റ്റ് നില, ആദ്യത്തെ നില കെട്ടിയത് ആരാ? കുത്തുബുദ്ദീൻ ഐബക്ക്. ദെൻ 2, 3, 4ാമത്തെ നില വരെ കെട്ടിയത് ആരാ? അടുത്തുന്ന സുൽത്താനായ ഇൽത്തുമിഷും. എന്നാൽ 5th സ്റ്റോറി, 5ാമത്തെ സ്റ്റോറി കെട്ടിയത് ആരാ? അത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഫിറോസ് ഷാ തുഗ്ലക്കാണ് നമ്മുടെ 5ാമത്തെ കുത്തബ് മിനാറിന്റെ 5ാമത്തെ നില എന്ത് ചെയ്ത് കെട്ടിപ്പൊക്കിയത്. അങ്ങനെ 5 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് കുത്തബ് മിനാർ. കുത്തബ് മിനാർ ഒരു ഇൻഡോ ഇസ്ലാമിക് വാസ്തുശില്പത്തിൽ, ആർക്കിടെക്ട് ഓർത്ത് വെച്ചോട്ടോ, ചോദിച്ചിട്ടുണ്ട് വിച്ച് സ്റ്റൈൽ ഓഫ്, ഏത് ആർക്കിടെക്റ്റിലാണ് കെട്ടിയിട്ടുള്ളത്? ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിലാണ് എന്ത് കെട്ടിയിട്ടുള്ളത്? കുത്തബ് മിനാർ കെട്ടിയിട്ടുള്ളത്. അതും 5 നിലയുള്ള ഡൽഹിയിൽ ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ് ഇത് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. സോ 3 റൂളേഴ്സിന് ഇതിൻ്റെ പങ്കുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റും. നിങ്ങൾ കുത്തബ് മിനാറിന്റെ ഫ്രണ്ടിൽ ഇതാ ഈ ബിൽഡിംഗ് കണ്ട, ഇത് കുത്തബ് മിനാർ. ഇതിന്റെ ഫ്രണ്ടിൽ ഇതാ ഈ ഒരു ബിൽഡിംഗ് കണ്ട, ഇതാ കാണുന്ന ഈ ഒരു ബിൽഡിംഗ്. സോ ഈ ഒരു ബിൽഡിങ്ങിന്റെ പേര്, ഇതാ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ പേരാണ് അലൈ ദർവാസ എന്ന് പറയും. ഇവിടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അലൈ ദർവാസ ദാ ഈ കാണുന്നത്, അത് കുത്തബ് മിനാറിന്റെ എൻട്രൻസ് ആണ്. കുത്തബ് മിനാറിന്റെ എൻട്രൻസ് ആണ് നിങ്ങൾ ഈ കാണുന്ന അലൈ ദർവാസ. ഈ അലൈ ദർവാസ കെട്ടിയത് വേറൊരു റൂളറാണ്. ഇത് കെട്ടിയത് നമ്മുടെ പിന്നീട് വന്ന അലാവുദ്ദീൻ ഖിൽജി ആണ്. ഇതും ചോദിച്ചിട്ടുണ്ട്, ഹൂ ബിൽഡ് അലൈ ദർവാസ. നമ്മുടെ അലൈ ദർവാസ എന്ന് പറഞ്ഞാൽ ഈ കുത്തബ് മിനാറിന്റെ ഈ കാണുന്ന എൻട്രൻസ് ആണ്. ഈ എൻട്രൻസ് ആണ് അലൈ ദർവാസ. അത് കെട്ടിയത് ഡൽഹിയിലെ തന്നെ സുൽത്താനായ അലാവുദ്ദീൻ ഖിൽജി. ആ വാക്യത്തിലുണ്ട് അലൈ ദർവാസ, അലാവുദ്ദീൻ കേട്ടാ. അലാവുദ്ദീൻ ഖിൽജി ആണ് അലൈ ദർവാസ, ദ എൻട്രൻസ് ഓഫ് കുത്തബ് മിനാർ. കുത്തബിന്റെ എൻട്രൻസ് പിൻകാലത്ത് കെട്ടിയത്. ഓക്കെ, സോ കുത്തബ് മിനാർ കെട്ടിയത് 3 റൂളേഴ്സിന് പങ്കുണ്ട്. അത് കെട്ടി തുടങ്ങിയത് ആരാ? കുത്തുബുദ്ദീൻ ഐബക്കാണ്. ആരാണ്? ഐബക്കാണ്. അതുപോലെ ഐബക്ക് കെട്ടിയ മറ്റൊരു ബിൽഡിംഗ് ആണ് അജ്മീറിലെ, നമ്മുടെ അജ്മീറിലെ ഒരു മോസ്ക് ആണ് ആദായി ദിൻക ജോപ്ര മോസ്ക്. 2 മോസ്ക്, ഡൽഹിയിലെ കുവത്തുൽ ഇസ്ലാം പള്ളിയും അജ്മീറിലെ ആദായി ദിൻക ജോപ്ര മോസ്കും കെട്ടിയത് ആരാണ്? നമ്മുടെ ഫസ്റ്റ് സുൽത്താനായ കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഐബക്ക് കെട്ടിയ 2 പ്രധാനപ്പെട്ട മോസ്ക, ഒന്ന് ഡൽഹിയിൽ, ഇതേ ഈ കോംപ്ലക്സിലാണ്, ഈ കുത്തബ് മിനാറിന്റെ അടുത്ത് തന്നെയാണ് ആ ബിൽഡിംഗ് പറഞ്ഞത്, കുവത്തുൽ ഇസ്ലാം മോസ്കും. അജ്മീറിലെ അദായി ദിൻക ജോപ്ര മോസ്കും കെട്ടിയത് ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഇനി ഐബക്കിന്റെ കൊട്ടാരത്തിൽ വളരെ ഫേമസ് ആയ ഒരു ഹിസ്റ്റോറിയൻ ജീവിച്ചിരുന്നു. അയാളുടെ പേരാണ് ഹസൻ നിസാമി എന്ന് പറയും. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, കാരണം ഹസൻ നിസാമി എഴുതിയ ഒരു ബുക്കുണ്ട്. ഹസൻ നിസാമി എഴുതിയ ബുക്കാണ് താജ് ഉൽ മാസിർ എന്ന് പറയും. ഹു റോട്ട് താജുൽ മാസിർ? ആരാണ് താജുൽ മാസിർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്? ആരാണ്? ഹസൻ നിസാമി. ഹസൻ നിസാമി എഴുതിയ ഒരു പ്രധാനപ്പെട്ട ബുക്കാണ് ഇത് താജ് ഉൽ മാസിർ എന്ന് പറയുന്നത് കേട്ടോ. മിഡീവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് താജുൽ മാസിർ. എഴുതിയത് ആരാണ്? ഹസൻ നിസാമി. ഹസൻ നിസാമി ആരുടെ കോർട്ടിലെ ഹിസ്റ്റോറിയൻ ചോദിച്ചാൽ ഫസ്റ്റ് സുൽത്താനായ കുതുബുദ്ദീൻ ഐബക്കിന്റെ കോർട്ടിലെ ഹിസ്റ്റോറിയൻ ആയിരുന്നു ആര്? ഹസൻ നിസാമി. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ നമ്മുടെ കുതിരപ്പുറത്ത് പോളോ കളിക്കിടെ ആര് മരിക്കും? ലാഖ് ബക്ഷ്. നമ്മുടെ ലാഖ് ബക്ഷ് എന്നറിയപ്പെടുന്ന കുതുബുദ്ദീൻ ഐബക്ക് കൊല്ലപ്പെടുന്നു, മരിക്കുന്നു. ഓക്കെ, അതിനുശേഷം ഐബക്കിന് ശേഷം പിന്നീട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഡൽഹി ഭരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ സുൽത്താനാണ് നമ്മുടെ ഇൽത്തുമിഷ് കേട്ടോ. ആരാണ്? ഇൽത്തുമിഷ്. നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്ന എല്ലാ ചാപ്റ്ററിലും ഇപ്പോൾ രാജാക്കന്മാരെ പഠിക്കുമ്പോൾ എല്ലാ രാജാക്കന്മാരെയും നമ്മളിവിടെ പഠിക്കുന്നില്ല. ഏറ്റവും ഫേമസ് ഉള്ള രാജാക്കന്മാർ മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഐബക്കിന് ശേഷം വേറെ 1-2 റൂളേഴ്സ് വന്നായിരുന്നു കേട്ടോ. ആരം ഷായൊക്കെ വന്നായിരുന്നു, അതിനുശേഷമാണ് ഇൽത്തുമിഷ്. പക്ഷേ ഏറ്റവും ഫേമസ് ആൾക്കാരെ മാത്രമേ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സോ ഐബക്ക് കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് റൂളർ, 2ാമത്തെ റൂളർ ആരാണ്? സ്ലേവ് ഡൈനാസ്റ്റിയിൽ ഇൽത്തുമിഷ് ആണ്. ആരാണ്? ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് ആദ്യം തന്നെ എന്ത് ചെയ്യുന്നറിയോ? ആദ്യം തന്നെ ഇൽത്തുമിഷ് ക്യാപിറ്റലിനെ ചേഞ്ച് ചെയ്തു. എവിടെ നിന്ന്? കാരണം ക്യാപിറ്റൽ ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? ക്യാപിറ്റൽ ലാഹോറിലാണ് അല്ലേ. ലാഹോറിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നു, ഡൽഹി കൊണ്ടുവന്നു. ലാഹോറിൽ നിന്ന ക്യാപിറ്റലിനെ
ഡൽഹിയിലേക്ക് എന്ത് ചെയ്തു? ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഹൂ ഷിഫ്റ്റ് ലാഹോർ ടു ഡൽഹി? ഡൽഹിയിൽ നിന്ന് ലാഹോറിന് ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന ആരാടാ? ഇൽത്തുമിഷാണ് കേട്ടോ. അത് എപ്പോഴാണ് ഡൽഹിയിൽ വെച്ച് അത് ബിൽഡിംഗ് കാണുന്ന നമ്മുടെ കുത്തബ് മിനാറിന്റെ അല്ലെ ഒരു നിലയല്ലേ നേരത്തെ ആൾ കെട്ടിയോളൂ? 2, 3, 4 അല്ലെ 2, 3, 4 നില വരെ ആരെത്തിക്കും? ഇൽത്തുമിഷ് എത്തിക്കും. ഇനി ഇൽത്തുമിഷിന്റെ സമയത്ത് കുറച്ച് പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ഇൽത്തുമിഷ് ഡൽഹിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഡൽഹി സുൽത്താൻമാർ ഇന്ത്യയിൽ വന്നപ്പോൾ ആദ്യത്തെ ഏറ്റവും വലിയ ഒരു പാഠം എന്ന് വെച്ചാൽ ടാക്സ് പിരിക്കുക എന്നുള്ളതായിരുന്നു. ടാക്സ് പിരിക്കുന്നത് വളരെ പാടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഇത് ചെറിയൊരു പ്രദേശമല്ല അല്ലെ, ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. സോ എല്ലാവരിൽ നിന്നും പ്രോപ്പറായി ടാക്സ് മേടിക്കണം. അതും എല്ലാവരിൽ നിന്നും പ്രോപ്പറായി മേടിക്കണമെങ്കിൽ എല്ലാവരുടെ ഡീറ്റെയിൽസ് ഇവരെ കയ്യിൽ വേണം. ഇവർ ഈ നാട്ടിൽ പുതുതായതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിൽ ഡീറ്റെയിൽസോ അങ്ങനെ തന്നെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. സോ ടാക്സ് പിരിക്കുക എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടെന്നിറങ്ങിയ ഒരു കാര്യമായിരുന്നു. അപ്പോഴാണ് ഇൽത്തുമിഷ് ഒരു പ്രധാനപ്പെട്ട ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ പേരാണ് ഇക്ത സിസ്റ്റം എന്ന് പറയും. എന്താണ് ഇക്ത സിസ്റ്റം? അവിടെ ചോദ്യം ഇതാണ്, ഹൂ ഇൻട്രൊഡ്യൂസ് ഇക്ത സിസ്റ്റം? ആരാണ് ഇക്ത സിസ്റ്റം കൊണ്ടുവന്നത്? ഹൂ ഇൻട്രൊഡ്യൂസ് ഇക്ത? ഇൽത്തുമിഷ്. അങ്ങനെ വിളിച്ചാൽ മതി. ഇക്ത ഇൽത്തുമിഷ്. ഇക്ത കൊണ്ടുവന്നത് ആരാണ്? ഇൽത്തുമിഷ് കേട്ടാ. എന്താണ് ഇക്ത? ഇക്ത ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം, ഒരു ഭൂനികുതി സംവിധാനമാണ് ഇത് ഇക്ത. അപ്പൊ എന്താ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന വലിയ രാജ്യത്തെ പല പല പാർട്ടായി ഡിവൈഡ് ചെയ്തു. കാണുന്ന വലിയ രാജ്യത്തെ പല പല പാർട്ടായി ഡിവൈഡ് ചെയ്തു. ഓരോ ഡിവൈഡ് ചെയ്ത പ്രദേശത്തും സുൽത്താന് വേണ്ടി ഓരോ ഗവർണർമാര് അവിടെ എന്ത് ചെയ്യും? അപ്പോയിന്റ്മെന്റ് ചെയ്യും. ഇപ്പൊ ഈ കാണുന്ന രാജ്യത്തെ 10 പ്രദേശമായി ഡിവൈഡ് എന്ന് വെച്ചു. 10 പ്രദേശത്ത് 10 ആൾക്കാര് ഗവർണറായി ആര് നിയമിക്കും? സുൽത്താൻ നിയമിക്കും. എന്നിട്ട് ആ 10 ഗവർണർമാർ ആ 10 സ്ഥലത്ത് നിന്നും എന്ത് ടാക്സ് പിരിച്ച് ആർക്ക് കൊടുക്കണം? സുൽത്താന് കൊടുക്കണം. ഇതാണ് എന്ത് ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടാ. ഈ കാണുന്ന വലിയ രാജ്യത്തെ പല പാർട്ടായി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് അവിടെ ആരെ നിയമിക്കും? ഓരോ ഗവർണർമാരെ നിയമിക്കും. ആ ഗവർണർമാരുടെ ചുമതലയാണ് അയാൾക്ക് ലഭിച്ച സ്ഥലത്ത് നിന്ന് എന്ത് പിരിക്കുക? ടാക്സ് പിരിക്കുക. എന്നിട്ട് ആ ടാക്സ് ആർക്ക് കൊടുക്കണം? സുൽത്താന് കൊടുക്കണം. ആ സംവിധാനത്തെ വിളിച്ച പേരാണ് എന്ത്? ഇക്ത സിസ്റ്റം എന്ന് പറയും. സോ ഹൂ ഇൻട്രൊഡ്യൂസ് ഇക്ത എന്ന് ചോദിച്ചാൽ ആരാ? ഇൽത്തുമിഷാണ് കൊണ്ടുവന്നത്. ദെൻ അപ്പൊ ടാക്സ് ഇനിയിപ്പോ പ്രോപ്പറായി കിട്ടും. ഇനി ഒരു രാജാവിന് ഏറ്റവും മികച്ച ഒരു കാര്യമായിരിക്കണം രാജാവിന്റെ കോർട്ട് അല്ലെ. രാജാവിന്റെ കോർട്ട് എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു രാജാവ് ഒറ്റയ്ക്ക് ഒരു ഡൈനാസ്റ്റി ഭരിക്കണമെന്ന് പറ്റത്തില്ല. അതിന് നല്ല മികച്ച എന്ത് വേണം? മന്ത്രിമാരും അല്ലെ ഗവർണർമാരൊക്കെ വേണം. സോ ഇൽത്തുമിഷ് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പറാക്കാൻ വേണ്ടി തുർക്കിയിൽ നിന്നും 40 നോബിൾസിനെ എവിടെ കൊണ്ടുവരും? ഡൽഹിയിൽ കൊണ്ടുവരും കേട്ടാ. രാജ്യകാര്യങ്ങൾ നോക്കാനായിട്ട് രാജ്യകാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ നോക്കാൻ വേണ്ടി തുർക്കിയിൽ നിന്നും 40 നോബിൾസിനെ എവിടെ കൊണ്ടുവരും? ഡൽഹിയിൽ കൊണ്ടുവരും. ആ അഡ്മിനിസ്ട്രേഷന്റെ പേരാണ് ചാലിസ എന്ന് പറയും. ചാലിസ 40 കണ്ട. ചാലിസിൽ എത്ര പേരുണ്ട്? 40 തുർക്കി നൊബിൾസുകൾ. എന്തിനു വേണ്ടി? അഡ്മിനിസ്ട്രേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി കേട്ടാ. അപ്പൊ ഇൽത്തുമിഷിന്റെ അഡ്മിനിസ്ട്രേഷൻ നോക്കാൻ വേണ്ടി 40 പേരടങ്ങുന്ന ചാലിസ എന്ന് പറയുന്ന ഒരു എന്താണ് അഡ്മിനിസ്ട്രേഷൻ ആരുണ്ടാക്കി? ഇൽത്തുമിഷ് ഉണ്ടാക്കി. അപ്പോൾ ടാക്സും ഇപ്പൊ പ്രോപ്പറായി കിട്ടുന്നു, അഡ്മിനിസ്ട്രേഷനും ഇപ്പൊ ക്ലിയർ ആയി അല്ലെ. ഇനി മൂന്നാമത്തത്, ഇനി ഇവർക്ക് വേണ്ടി ഒരു നാണയങ്ങൾ വേണ്ടേ? ഇവരെന്ന് പറയുമ്പോൾ ഇവരിപ്പം ഇന്ത്യ ഭരിക്കുന്ന ആദ്യത്തെ മുസ്ലിം വംശമാണ്. ഇതിനു മുമ്പ് ഇന്ത്യയുടെ പ്രദേശങ്ങളൊക്കെ, അത് നമ്മൾ ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ ഭരിച്ചിരുന്നത് ഹിന്ദു രാജാക്കന്മാരാണ്. അപ്പൊ ആ ഹിന്ദു രാജാക്കന്മാരുടെ നാണയങ്ങളാണ് ഇപ്പൊ ജനങ്ങളുടെ കയ്യിലുള്ളത് അല്ലെ. അത് ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ ഇവർക്ക് പുതുതായി ഇവരെന്ത് ചെയ്യണം? പുതിയ നാണയങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ ഇൽത്തുമിഷ് 2 പുതിയ നാണയങ്ങൾ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് തങ്ക എന്ന് പറയുന്ന സിൽവർ കോയിനും ജിറ്റാൾ എന്ന് പറയുന്ന കോപ്പർ കോയിനും. ആര് പുറത്തിറക്കി? ഇൽത്തുമിഷ്. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ 2024 CGL ചോദിച്ചാണ് തങ്ക ജിറ്റാൾ പുറത്തിറക്കിയ ഡൽഹി സുൽത്താൻ ആര്? ഇൽത്തുമിഷ്. അതിൽ തങ്ക സിൽവർ കോയിനാണ്, വെള്ളി നാണയമാണ്. ജിറ്റാൾ ഒരു കോപ്പർ കോയിനും. തങ്കയും ജിറ്റാളും. തങ്ക എന്ന് പറയുന്ന ഒരു സിൽവർ കോയിനും ജിറ്റാൾ എന്ന് പറയുന്ന ഒരു കോപ്പർ കോയിനും ആര് പുറത്തിറക്കി? ഇൽത്തുമിഷ് പുറത്തിറക്കി. അങ്ങനെ ജനങ്ങളുടെ കയ്യിൽ എന്തും എത്തി? നാണയങ്ങളും എത്തി. അങ്ങനെ ഇൽത്തുമിഷ് ഡൽഹി ഭരിക്കുന്ന സമയത്താണ്
ഒരു പ്രധാനപ്പെട്ട യുദ്ധം നടന്നത്. അതാണ് AD 1215 ഏത് വർഷം? AD 1215 ദ തേർഡ് ബാറ്റിൽ ഓഫ് തറൈൻ, മൂന്നാം തറൈൻ യുദ്ധം. നമ്മൾ നേരത്തെ ഒന്നാം തറൈനും രണ്ടാം തറൈനും പഠിച്ചതാ. ആരൊക്കെ തമ്മിൽ? മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ. എന്നാൽ അതായത് മൂന്നാം തറൈൻ യുദ്ധം ഏത് വർഷമാ? തേർഡ് തറൈൻ AD 1215 മൂന്നാം തറൈൻ. അത് ഇൽത്തുമിഷും താജുദ്ദീൻ യൽദാജും തമ്മിലാണ് കേട്ടോ. താജുദ്ദീൻ യൽദാജും തമ്മിലായിരുന്നു മൂന്നാം തറൈൻ യുദ്ധം. ദ തേർഡ് ബാറ്റിൽ ഓഫ് തറൈൻ ആരൊക്കെ തമ്മിലാണ്? ഇൽത്തുമിഷും താജുദ്ദീൻ യൽദാജും തമ്മിലായിരുന്നു മൂന്നാം തറൈൻ യുദ്ധം. ഏത് വർഷം? AD 1215. അതിൽ ഇൽത്തുമിഷിനെ ജയിച്ചു. ഇൽത്തുമിഷ് താജിനെ തോപ്പിക്കുന്നു കേട്ടോ. മൂന്നാം തറയത്തിൽ ആര് തന്നെ വിജയിക്കുന്നു? ഇൽത്തുമിഷ് തന്നെ ജയിക്കുന്നു. സോ പഠിച്ചു വെക്കുക, AD 1215. നമ്മൾ ഈ യുദ്ധങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി മെഡീവലിലെ യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ. നമ്മൾ യുദ്ധങ്ങൾ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കും. ഇപ്പോൾ തറൈൻ യുദ്ധം, നമ്മളിപ്പോൾ തറൈൻ യുദ്ധം പഠിച്ചു. ഫസ്റ്റ് ബാറ്റിൽ തറൈൻ, സെക്കൻഡ് ബാറ്റിൽ തേർഡ് തറൈൻ. നമ്മൾ യുദ്ധങ്ങൾ പഠിക്കുമ്പോൾ മെയിനായും പഠിക്കേണ്ട 2 പോയിന്റ്സുകളാണ്. ഒന്ന് വർഷം, ഏത് വർഷം കൃത്യമായി. 2 ഹൂ vs ഹൂ, ആരൊക്കെ തമ്മിലാണ്. അല്ല, ഇപ്പോൾ ഒന്നാം തറ നമ്മൾ കണ്ടു പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറി. തേർഡ് തറ നമ്മൾ നോക്കുമ്പോൾ ഇൽത്തുമിഷ് vs താജുദ്ദീൻ അല്ലേ. അതുപോലെ ആരൊക്കെ തമ്മിലാണ് 2 വർഷം അല്ലെ. ഇതിപ്പം 1215, മറ്റെപ്പോഴായിരുന്നു? 1191 1192. സോ യുദ്ധങ്ങൾ പഠിക്കുമ്പോൾ ഏത് വർഷം ആരൊക്കെ തമ്മിലാണ് അത് കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കണം. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ത് വരും? ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ തേർഡ് ബാറ്റിൽ ഓഫ് തറൈൻ. അങ്ങനെ ആ യുദ്ധം ജയിച്ചിരിക്കുന്ന ആ സമയത്താണ് ഇന്ത്യയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്നത്. ശരിക്കും ഈ വ്യക്തി ഇന്ത്യയിൽ വന്നതേ ഉള്ളൂ. ഇൽത്തുമിഷുമായിട്ടൊരു യുദ്ധം നടന്നിട്ടില്ല. പക്ഷെ പുള്ളി ഇന്ത്യയിൽ വന്നിട്ട് പുള്ളി തിരിച്ചുപോയി. വന്നത് വേറെ ആരുമില്ല, നമ്മുടെ മംഗോളിയയിൽ നിന്നുള്ള ചെങ്കിസ് ഖാനാണ് ഈ സമയത്ത് വന്നത് കേട്ടോ. ഇൽത്തുമിഷ് ഡൽഹി ഭരിക്കുന്ന ആ സമയത്ത്, അതും വർഷം AD 1221 വർഷം നോട്ട് ചെയ്ത് വെച്ചു. കാരണം ചെങ്കിസ് ഖാൻ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തനായ റൂളറാണ്. ഏത് രാജ്യക്കാരനാ? മംഗോളിയ ആണല്ലേ. മംഗോളിയയിൽ നിന്നും ചെങ്കിസ് ഖാൻ ഇന്ത്യയിലേക്ക് വന്ന വർഷമാണ് ഏത്? AD 1221 എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ചെങ്കിസ് ഖാൻ ഇന്ത്യയിൽ വരുന്ന സമയത്ത് ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താൻ ആരായിരുന്നു? നമ്മുടെ ഇൽത്തുമിഷ് ആയിരുന്നു. ഇൽത്തുമിഷിന്റെ സമയത്താണ് ചെങ്കിസ് ഖാൻ അവിടെ വരുന്നത് ഇന്ത്യയിൽ. പക്ഷെ ചെങ്കിസ് ഖാൻ ഇൽത്തുമിഷായിട്ട് ഒരു യുദ്ധം നടന്നിട്ടില്ല. ചെങ്കിസ് ഖാൻ വന്നെങ്കിലും തിരിച്ചു പോയായിരുന്നു കേട്ടോ. അങ്ങനെ വളരെ കൂടുതൽ കാലം ഡൽഹി ഭരിച്ച ഒരു സുൽത്താനായിരുന്നു ആര്? ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. കാരണം ഈ കാണുന്ന എല്ലാ കാര്യവും ഇക്ത കൊണ്ടുവരികയും ചാലിസ കൊണ്ടുവരികയും 2 നാണയങ്ങൾ തങ്കയും ജിറ്റകളും ഒക്കെ കൊണ്ടുവന്ന ആരാ? ഇൽത്തുമിഷാണ്. അങ്ങനെ വളരെ ഒരുപാട് കാലം ഡൽഹി ഭരിച്ചിരുന്ന സുൽത്താനായിരുന്ന ആര്? ഇൽത്തുമിഷ്. ഇൽത്തുമിഷിന് ശേഷം വന്ന അടുത്ത റൂളർ ആരെന്നറിയോ? മൂന്നാമത്തെ ഏറ്റവും ഫേമസ് റൂളർ അത് വേറെ ആരുമല്ല, ഇൽത്തുമിഷിന്റെ മകളാണ്. ആരാണ്? ഇൽത്തുമിഷിന്റെ മകൾ. ആരാ? റസിയ സുൽത്താന. നമ്മൾ ഈയിടെയായി സ്ഥിരമായ എക്സാമിന് ചോദിക്കുന്ന ഒരു പേരാണ് റസിയ സുൽത്താന. റസിയ സുൽത്താന നമുക്കറിയാം ഡൽഹി ഭരിച്ച ആദ്യത്തെയും അവസാനത്തെയും ഒരേ ഒരു ഉമൺ റൂളറാണ്. ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് ആര്? റസിയ സുൽത്താന. സോ ടൈം പീരീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചതും അവരുടെ ടൈം പീരീഡ് ആണ്. AD 1236 മുതൽ 1240 വരെ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. റസിയ സുൽത്താനയുടെ ടൈം പീരീഡ് AD 1236 മുതൽ 1240 വരെയാണ് റസിയ സുൽത്താന എവിടെ ഭരിച്ചത്? ഡൽഹി സുൽത്താനേറ്റിൽ ഇരുന്നത് കേട്ടോ. അത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, വളരെ കുറച്ച് കാലം മാത്രമേ ഡൽഹി സുൽത്താനിൽ ഇരുന്നിട്ടുള്ളൂ? റസിയ ഇരുന്നിട്ടുള്ളൂ. കാരണം വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ വളരെ കയ്യിൽ എണ്ണാവേണ്ടുന്ന ലേഡീസ് മാത്രം, സ്ത്രീകൾ മാത്രമാണ് അധികാരത്തിൽ വന്നിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ഏൻഷ്യന്റിൽ നോക്കുമ്പോൾ ആരൊക്കെയാ? പ്രഭാവതി ഗുപ്ത, വിക്രമാദിത്യന്റെ മകളായ പ്രഭാവതി ഗുപ്ത, വാറങ്കലിലെ റാണിയായ രുദ്രമാദേവി, അങ്ങനെ വളരെ ചുരുക്കം പേര് മാത്രമേ ഡൈനാസ്റ്റികൾ ഭരിച്ച റാണിമാരായിട്ടുള്ളൂ. അപ്പൊ അതിൽ ഡൽഹി സുൽത്താനിൽ തന്നെ ഒരേ ഒരു വനിത മാത്രമായിരുന്നു ആര്? റസിയ സുൽത്താൻ എന്ന് പറയുമ്പോൾ. അപ്പൊ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു സ്ത്രീ അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ കീഴിൽ നിന്ന് പുരുഷന്മാർക്ക് എന്താണ് അവർ പറയുന്നത് കേട്ട് കാര്യങ്ങൾ നോക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഏത് കാലഘട്ടത്തിൽ? ആ ഒരു കാലഘട്ടത്തിൽ അല്ലേ. അതൊരു ഈഗോ പ്രശ്നമായിരുന്നു, പുരുഷന്മാരുടെ ഒരു ഈഗോ ആയിരുന്നു. അപ്പോൾ ഇവിടെയും
റസിയ സുൽത്താൻ അധികാരത്തിൽ വന്നപ്പോൾ റസിയയുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് എന്തില്ലായിരുന്നു, പറ്റില്ലായിരുന്നു. എസ്പെഷ്യലി ചാലിസയ്ക്ക് പോലും അല്ലേ. കാരണം ചാലിസയിൽ നമ്മൾ കാണുന്നത് 40 പുരുഷന്മാർ. അപ്പൊ അവർക്ക് ആര് പറഞ്ഞ കേട്ട് വേണം അവർ ഭരിക്കാൻ, റസിയ സുൽത്താനെ പറയുന്ന കേട്ട് വേണം അവർ ഭരിക്കാൻ. സോ അവരുടെ ഈഗോ അവരെ സമ്മതിച്ചില്ല. അങ്ങനെ ചാലിസ നൈസായി ആർക്കെതിരെ, റസിയ സുൽത്താനയ്ക്കെതിരെ ഒരു ഗൂഢാലോചന സംഘടിപ്പിക്കും. അതും ഞാൻ പറഞ്ഞു, ഈ സുൽത്താന്റെ കീഴിൽ ഒരുപാട് ഗവർണർമാരില്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്തപ്രകാരം ഡൈനാസ്റ്റിയെ പല പല പാർട്ടായി നിയമിച്ചു. ആ പല സ്ഥലങ്ങളിൽ ഓരോ ഗവർണർമാരെ നിയമിച്ചില്ലേ. അപ്പൊ അതൊരു സ്ഥലമായിരുന്നു ബാട്ടിൻഡ എന്ന് പറഞ്ഞ സ്ഥലം. ഡൽഹി സുൽത്താന്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ് ബാട്ടിൻഡ. അപ്പൊ ആ ബാട്ടിൻഡയിലെ ഗവർണർ ആയിരുന്നു അൽത്തുനിയ എന്ന് പറയുന്ന ഒരു പേഴ്സൺ. അൽത്തുനിയ എന്ന് പറയുന്ന ആളായിരുന്നു ബാട്ടിൻഡയിലെ ഗവർണർ. ഈ ഗവർണറുമായി നമ്മുടെ ചാലിസ, നമ്മുടെ 40 നൊബിൾസ് എന്ത് ചെയ്യും, ഒരു കോൺസ്പിറസി, ഒരു ഗൂഢാലോചന നടത്തും. വേറെ ഒന്നുമല്ല, അൽത്തുനിയോട് പറയും ആരെ അറ്റാക്ക് ചെയ്യാൻ പറയും, റസിയ സുൽത്താനെ അറ്റാക്ക് ചെയ്യാൻ പറയും. ഫുൾ സപ്പോർട്ട്, ചാലിസയുടെ ഫുൾ സപ്പോർട്ട് ആർക്കുണ്ട്, അൽത്തുനിയക്കുണ്ടെന്ന് പറയും. അങ്ങനെ അൽത്തുനിയ ആരെ അറ്റാക്ക് ചെയ്യും, റസിയ സുൽത്താനെ അറ്റാക്ക് ചെയ്യുകയും റസിയ സുൽത്താനെ പരാജയപ്പെടുത്തും. ആര്, അൽത്തുനിയ. എന്നിട്ട് അൽത്തുനിയ റസിയെ കൊല്ലില്ല. അൽത്തുനിയ എന്ത് ചെയ്യുന്ന വെച്ചാൽ റസിയ സുൽത്താനയെ ബാട്ടിൻഡയിലെ കിലാ മുബാറക് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൽ പിടിച്ച് പൂട്ടിയിടും. അപ്പൊ ആ കിലാ മുബാറക്കാണ് നമ്മുടെ ഈ ഫിഗറിൽ കാണുന്നത്. ഇതാണ് പഞ്ചാബ്, നമ്മുടെ പഞ്ചാബിലാണ്. പഞ്ചാബിലെ ബാട്ടിൻഡ എന്ന സ്ഥലത്തുള്ള കിലാ മുബാറക് എന്ന് പറയുന്ന ഈ ഒരു സ്മാരകം, ഇത് നമ്മുടെ അൽത്തുനിയയുടെ ഒരു കോട്ടയാണ്. കോട്ടയുടെ പേരാണ് കിലാ മുബാറക്. ഇവിടെയാണ് റസിയ സുൽത്താനെ അയാൾ പിടിച്ച് തടവിലാക്കിയത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റസിയ സുൽത്താനെയും അൽത്തുനിയും തമ്മിൽ ഈ ഒരു ബിൽഡിങ്ങിൽ, ഈ ഒരു കിലാ മുബാറക്കിൽ വെച്ച് എന്ത് ചെയ്യുമായിരുന്നു, മീറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ മീറ്റ് ചെയ്ത് ലാസ്റ്റ് ഇവർ രണ്ടുപേരും തമ്മിൽ എന്താവും, ഒരു പ്രണയത്തിലാവും കേട്ടാ. അങ്ങനെ പ്രണയത്തിലാവുകയും റസിയ സുൽത്താനെ ആര് കല്യാണം കഴിക്കുകയും ചെയ്യും, അൽത്തുനിയ കല്യാണം കഴിക്കുകയും ചെയ്യും. എന്ന് പറയുമ്പോൾ ഈ ബിൽഡിംഗ് നിലവിലൊരു പ്രണയ സ്മാരകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അൽത്തുനിയുടെയും റസിയ സുൽത്താനുടെയും പ്രണയം പൂവണിഞ്ഞ ഒരു സ്മാരകമാണ് ഇത്, പഞ്ചാബിലെ ബാട്ടിൻഡയിലെ കിലാ മുബാറക് എന്ന് പറയുന്ന ഈ ഒരു സ്മാരകം കേട്ടോ. നമ്മളെ താജ്മഹലൊക്കെ പോലെ തന്നെ ഇന്ത്യയിലെ ഒരു പ്രണയ സ്മാരകമായി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്മാരകമാണ് ഇത്, ഈ കിലാ മുബാറക്. അപ്പൊ കിലാ മുബാറക് എവിടെ പോയാൽ കാണാം, പഞ്ചാബിലെ ബാട്ടിൻഡയിൽ പോയാൽ നമുക്കത് കാണാൻ പറ്റും. അവിടെ വെച്ചാണ് റസിയ സുൽത്താനയുടെ അവിടുത്തെ ഗവർണറായിരുന്ന അൽത്തുനിയും തമ്മിലുള്ള പ്രണയം പൂവണിഞ്ഞത്. അങ്ങനെ അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു. പക്ഷെ അവരുടെ തമ്മിലുള്ള കല്യാണം അത് ചില ടീംസിന് അത്ര അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. ആർക്കാ, ചാലീസയ്ക്ക് അല്ലേ. ചാലിസയാണ് ഇവർ തമ്മിൽ എന്ത് ചെയ്ത് ശത്രുക്കളാക്കി യുദ്ധം ചെയ്യിപ്പിച്ച് ജയിലിലൊക്കെ ആക്കിയത്. ഇപ്പോ ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ അത് ആർക്ക് പ്രശ്നമാണ്, ചാലിസയ്ക്ക് പ്രശ്നമാണ് അല്ലേ. അങ്ങനെ ഈ ചാലിസ തന്നെയാണ് ഈ അൽത്തുനിയെയും റസിയ സുൽത്താനെയും കൊന്നുകളയുന്നത് കേട്ടോ. ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഇവര് ഈ ബാട്ടിൻഡയിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുന്ന യാത്ര മധ്യയിൽ വെച്ചാണ് ഇവർ കൊല്ലപ്പെട്ടത്. ഇവരെ കൊന്നത്, ഇവരെ വകവരുത്തിയത് ആരെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്, ഈ 40 പേര്, ഈ 40 പേരടങ്ങുന്ന ചാലിസ തന്നെയാണ് ഇവരെ കൊന്നെന്നാണ് പറയുന്നത്. സോ ഇതാണ് റസിയയുടെ ചരിത്രമായി പറയുന്നത്. ഓക്കെ, ഇനി റസിയ സുൽത്താനയ്ക്ക് ശേഷം ഒരു 3-4 പേര് അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവർ നമുക്ക് അത്ര ഫേമസ് അല്ലാത്തതുകൊണ്ട് നോക്കേണ്ടതില്ല. പക്ഷെ റസിയയ്ക്ക് ശേഷം വന്ന ഏറ്റവും ഫേമസ് റൂളറാണ് നമ്മൾ 4ാമത് പഠിക്കുന്ന റൂളർ ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയും. ഗിയാസുദ്ദീൻ ബാൽബൻ അഥവാ ഉല്ലൂഖ് ഖാൻ എന്ന് പറയും. ഉല്ലൂഖ് ഖാൻ കേട്ടാ, ഗിയാസുദ്ദീൻ ബാൽബൻ അഥവാ ഉല്ലൂഖ് ഖാൻ എന്നറിയപ്പെടുന്ന ബാൽബൻ. എന്താണ് ബാൽബന്റെ പ്രത്യേകത വെച്ചാൽ, ബാൽബനാണ് ഈ സ്ലേവ് ഡൈനാസ്റ്റിയിലെ ദ മോസ്റ്റ് പവർഫുൾ റൂളർ. ഈ ഡൈനാസ്റ്റിയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി അതാരായിരുന്നു, ബാൽബനായിരുന്നു. കാരണം ബാൽബന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി. 2024 CHSL, ഈ വർഷത്തെ CSL 2024 CSL ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ബ്ലഡ് ആൻഡ് അയൺ പോളിസി ആരുടെ പോളിസി, ഡൽഹി സുൽത്താന്റെ പോളിസിയാണ്. ആര്, ബാൽബൻ. കാരണം പുള്ളി ഒരു തീരുമാനം എടുത്തത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ബാൽബനാണ് ഈ സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഏറ്റവും ശക്തനായ റൂളർ. അപ്പൊ ശരിക്കും ബാൽബനെ അധികാരത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ ചാലിസയാണ്. ശരിക്കും ഈ റസിയയ്ക്ക് ശേഷം പിന്നെ ചാലിസ തീരുമാനിക്കും ആരധികാരത്തിൽ ഇരിക്കണം, ആരധികാരത്തിൽ ഇരിക്കേണ്ടെന്ന്. അങ്ങനെ ബാൽബനെ കൊണ്ടുവന്നതും ആരാണ്, ചാലിസയാണ്. പക്ഷെ ബാൽബൻ വന്ന ആ നിമിഷം തന്നെ ബാൽബൻ എന്ത് നിരോധിക്കും,
ചാലിസ അബോളിഷ് ചെയ്യും. ഹി അബോളിഷ്ഡ് ചാലിസ. അപ്പൊ ആരാ ചാലിസ നിരോധിച്ചത്? ബാൽബൻ. ആരാ കൊണ്ടുവന്നത്? ഇൽത്തുമിഷ് അല്ലെ. സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഇൽത്തുമിഷ് കൊണ്ടുവരുന്നു. അതേ സ്ലേവ് ഡൈനാസ്റ്റിയിലെ ബാൽബൻ എന്ത് നിരോധിക്കുന്നു? ചാലിസ അടിച്ചമർത്തുന്നു. ഇവിടെ ചാലിസ നിരോധിച്ചത് ആരാണ്? ബാൽബൻ. എന്തുകൊണ്ടായിരിക്കും ബാൽബൻ ചെയ്തത്? കാരണം ബാൽബനെ കൊണ്ടുവന്നതേ അവരല്ലേ. ബാൽബൻ അറിയാം ഫ്യൂച്ചറിൽ നാളെ ബാൽബന്റെ വെല്ലുവിളിയും ആര് തന്നെയാണ്? ഈ ചാലിസ തന്നെയാണ്. അതുകൊണ്ടാണ് ചാലിസയെ ആര് നിരോധിച്ചത്? ബാൽബൻ നിരോധിച്ചത്. കേട്ടാ. അപ്പൊ ചാലിസയൊക്കെ നിരോധിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത്രയും പവർഫുൾ ആണ് ആര്? ബാൽബൻ എന്ന് പറയുന്നത്. ഇനി ബാൽബന്റെ സമയത്ത് ബാൽബന്റെ സൈന്യം വലിയ പവർഫുൾ ആയ സൈന്യം ആർക്കുണ്ടായിരുന്നു? ബാൽബൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ബാൽബൻ ഒരു സൈനിക ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്ന് സ്ഥാപിച്ചു. ബാൽബൻ കൊണ്ടുവന്ന മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് ദിവാൻ ഐ ആരിസ് എന്ന് പറയും. നമ്മുടെ 2024 CGL എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 2024 CGL ചോദിച്ചതാണ്. ദിവാൻ ഐ ആരിസ് എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഡൽഹി സുൽത്താനേറ്റിൽ എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ദിവാൻ ഐ ആരിസ് ഒരു മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. കേട്ടോ. ഡൽഹി സുൽത്താൻമാരുടെ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് എന്ത്? ദിവാൻ ഐ ആരിസ് എന്ന് പറയുന്ന. അതാരാ ഇംപ്ലിമെന്റ് ചെയ്തത്? ഹു എസ്റ്റാബ്ലിഷ്ഡ്? ഗിയാസുദ്ദീൻ ബാൽബൻ. ബാൽബനാണ് അവർ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നത്. അപ്പൊ ഒരു സൈനിക ഡിപ്പാർട്ട്മെന്റ് കാണുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കാണത്തില്ലേ? അല്ലെ. ഇപ്പൊ സൈനിക ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആരാ? സൈനിക തലവൻ അല്ലെ. ഡൽഹി സുൽത്താൻമാരുടെ സൈനിക തലവന്മാരെ വിളിക്കുന്ന പേരാണ് മമാലിക് എന്ന് പറയും. എന്താണ്? മാലിക്കുകൾ. മാലിക് നമ്മുടെ നാട്ടിലൊക്കെ ആൾക്ക് മാലിക് എന്നൊരു പേരിട്ടില്ലേ? മാലിക് മീൻസ് എന്താണെന്നറിയോ? മാലിക് മീൻസ് യജമാനൻ, ഉടയോൻ, ബോസ് എന്നൊക്കെയാണ് അർത്ഥം. കേട്ടാ. മാലിക്കുകൾ. കേട്ടാ. അപ്പൊ ഡൽഹി സുൽത്താൻമാരുടെ സൈനിക തലവന്മാരെ വിളിച്ച പേര് എന്താണ്? മമാലിക് എന്ന് പറയും. മാലിക്കുകൾ. ആ ഡിപ്പാർട്ട്മെന്റ് പേരെന്താ? ഡിപ്പാർട്ട്മെന്റിന്റെ പേര് ദിവാൻ ഐ ആരിസ്. എന്ത് ഡിപ്പാർട്ട്മെന്റ്? മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ്. അത് ആരാ കൊണ്ടുവന്നത്? ബാൽബനാണ് കൊണ്ടുവന്നത്. ആരാണ്? ബാൽബൻ. അപ്പൊ ബാൽബനാണ് ഈ വംശത്തിലെ ഏറ്റവും എന്താണ് ശക്തനായ ഭരണാധികാരി. ബാൽബൻ അഥവാ ഉലോഗ് ഖാൻ എന്ന് അറിയപ്പെടുന്നു. ഉലോഗ് ഖാൻ ആരാണ്? ബാൽബനാണ്. കേട്ടാ. ഇനി ബാൽബന് ശേഷം ഈ വംശത്തിൽ വന്ന അടുത്ത റൂളറാണ് കൈക്കൂബാദ് എന്ന് പറയും. ആരാണ്? കൈക്കൂബാദ്. കൈക്കൂബാദ് ആണ് സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി. കേട്ടോ. സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി ആരാണ്? കൈക്കൂബാദ് ആണ്. ഈ കൈക്കൂബാദിനെ കൈക്കൂബാദിന്റെ മന്ത്രിയാണ് കൊല്ലുന്നത്. കേട്ടാ. കൈക്കൂബാദിന്റെ മന്ത്രിയുടെ പേരാണ് ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയും. കൈക്കൂബാദിന്റെ മന്ത്രി ആയിരുന്ന ആര്? ജലാലുദ്ദീൻ ഖിൽജി. ഈ ജലാലുദ്ദീൻ ഖിൽജിയാണ് ആരെ കൊന്നത്? കൈക്കൂബാദിനെ കൊന്ന് ഡൽഹി പിടിച്ചെടുക്കും. സോ അടുത്ത റൂളർ ആരാടാ? ജലാലുദ്ദീൻ ഖിൽജിയ. അപ്പൊ ജലാലുദ്ദീൻ ഖിൽജിയുടെ വംശം ഖിൽജി വംശം, ഖിൽജി ഡൈനാസ്റ്റി അല്ലെ. നമ്മുടെ അടുത്ത വംശം ഏതാ? ഖിൽജി ഡൈനാസ്റ്റി. അപ്പൊ ആരാ സ്ലേവ് ഡൈനാസ്റ്റിയിലെ ദ ലാസ്റ്റ് റൂളർ? ആര്? കൈക്കൂബാദ്. കൈക്കൂബാദിനെ ആര് കൊല്ലുന്നു? കൈക്കൂബാദിന്റെ മന്ത്രി ആര്? ജലാലുദ്ദീൻ ഖിൽജി. സോ നമ്മുടെ അടുത്ത ഡൈനാസ്റ്റി ഏതാടാ? ഖിൽജി ഡൈനാസ്റ്റി. ആരാ ഫൗണ്ടർ? ജലാലുദ്ദീൻ ഖിൽജി. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ സ്ലേവ് ഡൈനാസ്റ്റി വരെ എന്താണ് പഠിച്ചു നിർത്തുകയാണ്. സോ നമുക്ക് കണ്ടിന്യൂസ് നമ്മുടെ ഖിൽജി ഡൈനാസ്റ്റിക്ക് ശേഷം എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ സെഷനിൽ കാണാവുന്നതാണ്. ഓക്കെ. താങ്ക് യു.